എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നന്ദു പറയുന്നുണ്ട് എസ് ഐ ആയതിനു ശേഷം വേണം അനന്തപുരിയിൽ നടന്ന ചില കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ. അതിപ്പോൾ എൻ്റെ വീട്ടുകാരുടെ തലയിലാണ്, അതങ്ങനെ ശരിയാകിയല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും തുഷാര ചോദിക്കുന്നുണ്ട്, അങ്ങനെ കള്ളത്തരങ്ങളൊക്കെ തെളിയിച്ച് കള്ളി അനാമികയാണ് എന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ അനിയെ നിനക്ക് കിട്ടും, അതല്ലേ നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല എന്ന് പറയും. അന്നേരം തുഷാര പറയുന്നുണ്ട്, നിൻ്റെ മനസ്സെന്താണ് എന്ന് എനിക്കറിയാം. ഒരു ദിവസം അനിയുടെ ഒരു 10-30 മിസ് കോളെങ്കിലും നിനക്ക് വരും. ആ കോളുകളൊന്നും നീ എടുക്കുന്നില്ല എങ്കിൽ പോലും അങ്ങനെ കുറേ കോളുകൾ വന്നില്ല എങ്കിൽ നിനക്ക് ടെൻഷനാണ്. നീ രാത്രിയിൽ ഉറങ്ങാതിരുന്ന് ചിന്തിക്കുന്നത് ഞാൻ കാണാറുണ്ട്. അതിന് കാരണം നീ അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവൻ നിന്നെ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ, അതല്ലേ എന്ന് ചോദിക്കുക. അന്നേരം എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് നന്ദു. അന്നേരം തുഷാര പറയും, നമ്മൾ രണ്ടുപേരും സെയിം പ്രായക്കാരാണ്, അതുകൊണ്ട് തന്നെ ഒരു പെണ്ണിൻ്റെ മനസ്സ് ഈ പ്രായത്തിൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ എനിക്കറിയാമെന്ന് പറയുമ്പോൾ നന്ദു ഒന്നും മിണ്ടാതെ അപ്പുറത്തേക്ക് പോവാണേ. അന്നേരം തുഷാര, ഞാൻ ഈ പറഞ്ഞതിനെ പറ്റി നീ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ പറയാനൊന്നുമില്ല എന്ന് പറയുക. പിന്നെ കാണിക്കുന്നത് നവ്യയാണ്. നവ്യ മോനെ ഉറക്കി കിടത്തിയിട്ടിങ്ങ് പോരുന്തേക്കും അങ്ങോട്ട് ജലജ ചെല്ലും. എന്നിട്ട് പറയുവാണ്, ജലജ നീയും മോനോട് ഇങ്ങോട്ട് വന്നിട്ട് ആരെങ്കിലും നിനക്ക് എന്തെങ്കിലും പ്രാധാന്യം തരുന്നുണ്ടോ? നിൻ്റെ മോനെ കളിപ്പിക്കാൻ ഇവിടെ ആർക്കും സമയമില്ല. അതേതാണ്ട് പുറമ്പോക്കിന്ന് വന്നതുപോലെയാണ് എല്ലാവരുടെയും ചിന്ത. നീ ഒന്ന് പോയി നോക്കിക്കേ, അവിടെ അച്ഛനും അമ്മയും ആദർശിൻ്റെ മോളെ നടുക്ക് കയറ്റിയിരുത്തി കളിപ്പിക്കുക, അവൾക്കാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം എന്നൊക്കെ പറയുമ്പം നവ്യ പറയുന്നുണ്ട്, അത് ഇവിടുത്തെ കൊച്ചുമോള് തന്നെയല്ലേ എന്ന്. അന്നേരം ജലജ പറയും, എന്ത് കൊച്ചുമോള്? ആദർശിന് വേണ്ടാത്ത രീതിയിൽ ഉണ്ടായ ഒരു കൊച്ച്, അതിന് ഇത്രയും പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. മിക്കവാറും ഇനി ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അടുത്ത അനന്തരാവകാശി എന്ന രീതിയിൽ കൂടുതൽ പ്രാധാന്യം അതിന് തന്നെയായിരിക്കും കൊടുക്കുന്നത് എന്നൊക്കെ പറയുമ്പം നവ്യ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ ശരിയാകുന്നത്? എല്ലാവർക്കും ഒരുപോലെയല്ലേ എന്ന്. അന്നേരം അങ്ങനെയൊന്നുമല്ല, ഇവിടെ പലർക്കും പല നിയമമാണ്. ഇന്ന് തന്നെ നിൻ്റെ അച്ഛനും അമ്മയും എന്ത് സന്തോഷത്തോടെ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവിട്ടത്. അവരിങ്ങോട്ട് വരുമ്പോഴും സന്തോഷത്തോടെയായിരുന്നു, പക്ഷെ തിരിച്ചു പോയത് എങ്ങനെയാണ്? ഇപ്പം നിൻ്റെ വീട്ടിലൊന്ന് വിളിച്ചു നോക്കിയാൽ മിക്കവാറും മരണ വീട് പോലെ ആയിരിക്കും. അങ്ങനെയാക്കി കളഞ്ഞില്ലേ ഇവരെല്ലാവരും കൂടി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതൊക്കെ നേരെ, പക്ഷേ എന്ത് ചെയ്യാം, ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയില്ലേ. എനിക്കിപ്പോൾ ആദർശം എന്ന് പറഞ്ഞ ആ മനുഷ്യനെ കാണുന്നത് തന്നെ വെറുപ്പാണ് എന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. അന്നേരം ജലജ ഒന്നുകൂടെ ഡോസ് കൂട്ടി കൊടുക്കും. എന്തെങ്കിലും തുള്ളിച്ചാടി പോവാട്ടോ നവ്യ മുത്തശ്ശിയുടെ അടുത്തോട്ട്. അന്നേരം ജലജ മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഇവളെ നല്ല രീതിയിലൊന്ന് തിളപ്പിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൻ്റെ അകത്തൊരു കലഹം ഉണ്ടാക്കാം, പഴയ പോലെ തന്നെ അനിയത്തിയും ചേച്ചിയും കീരിയും പാമ്പും പോലെ ആക്കി എടുക്കണം എന്നൊക്കെ മനസ്സിലോർക്കുന്നുണ്ട്. ഈ സമയം മുത്തശ്ശിയും ചന്തുമോളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. മോളോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, സ്കൂളിലൊക്കെ പോകണ്ടേ എന്ന്. അന്നേരം മുത്തശ്ശൻ പറയും, മോള് സ്കൂളിൽ പോകണം, എന്നിട്ട് നന്നായിട്ട് പഠിച്ച് മിടുക്കിയായി അച്ഛനെ പോലെ തന്നെ കമ്പനികളിലെ തലപ്പത്തെത്തണം എന്നൊക്കെ പറയുമ്പം നവ്യ അത് കേട്ടോണ്ട തന്നെ. അപ്പം നവ്യ ചോദിക്കും, ഇവളെ മാത്രം തലപ്പത്ത് എത്തിച്ചാൽ മതിയോ മുത്തശ്ശാന്ന്. അന്നേരം അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, അല്ല ഈ കൊച്ചിന് മാത്രം പ്രാധാന്യം കൊടുത്താൽ മതിയോ? എൻ്റെ മോനെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ ആരെങ്കിലും അവനെ ഒന്ന് പരിഗണിച്ചോ? മുത്തശ്ശൻ അവനെ ഒന്നും എടുത്തു പോലുമില്ല എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ തല ഉറയ്ക്കാത്ത കുഞ്ഞു കുട്ടികളെ അങ്ങനെ എടുക്കാറൊന്നുമില്ല, വസുന്ധര എടുക്കുന്നുണ്ടല്ലോ, പിന്നെ എന്നാ കുഴപ്പം എന്ന് ചോദിക്കും. അന്നേരം അങ്ങനെയൊന്നുമല്ല, എൻ്റെ മോന് ഇവിടെ വലിയ പ്രാധാന്യമൊന്നും ആരും കൊടുക്കുന്നില്ല, ഇവൾക്കാണ് എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത് എന്നൊക്കെ പറയുക കേട്ടോ. അന്തേക്കും മുത്തശ്ശി മോളോട് പോയി കളിച്ചോളാൻ പറയും. എന്നിട്ട് നവ്യോട് പറയുന്നുണ്ട്, ആ കുട്ടിയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊന്നും പറയരുത്, അതിന് വിഷമാവുമെന്ന് പറയുമ്പോൾ അവൾക്ക് മാത്രമല്ലല്ലോ വിഷമം, ആദർശേട്ടന് ഇതുപോലെ ഒരു പണി കാണിച്ചിട്ട് ആർക്കും ഒരു കുഴപ്പമില്ല, എനിക്ക് ആ മനുഷ്യനോട് ഇപ്പം വെറുപ്പാണ്, എൻ്റെ അനിയത്തിയുടെ ജീവിതം നശിപ്പിക്കുകയല്ലേ ചെയ്തത് ഒറ്റ നിമിഷം കൊണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ആദർശിൻ്റെ ഭാര്യയാണ് നയന, അവൾക്ക് ഇതിൽ വലിയ പ്രശ്നമൊന്നുമില്ല, പിന്നെ നിനക്ക് എന്താ കുഴപ്പം, നീ അത് മൈൻഡ് ചെയ്യാതിരുന്നാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട്, എൻ്റെ അഭിയാണ് ഇത് ചെയ്തതെങ്കിൽ എല്ലാവരും വലിയ പ്രശ്നമാക്കിയേനെ, ഇപ്പോൾ ആദർശേട്ടനായതുകൊണ്ട് കുഴപ്പമില്ല, എന്ത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് കുറേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു. മുത്തശ്ശൻ ഒന്നും പറയുന്നില്ല, ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുക കേട്ടോ. പിന്നെ ആദർശിനെയും കുറച്ച് ചീത്ത പറഞ്ഞിട്ട് നവ്യ അങ്ങ് പോയി കഴിയുമ്പോൾ മുത്തശ്ശി ചോദിക്കും, ഇതിനൊക്കെ എന്താ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് മറുപടി പറയാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയും, മറുപടി ഒന്നും പറയണ്ട, അവൾ പറഞ്ഞു കേട്ടോ, ആദർശിൻ്റെ സ്ഥാനത്ത് അഭിയായിരുന്നു എങ്കിൽ പണ്ടേ അവൾ തള്ളിക്കളഞ്ഞേനെ, നയന ആയതുകൊണ്ടാണ് ചുമന്നുകൊണ്ട് നടക്കുന്നതെന്ന്. അപ്പം അങ്ങനെ ഒരു അവസരം നമ്മളായിട്ട് ഉണ്ടാക്കണ്ട, മിണ്ടാതിരുന്നാൽ മതി എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അന്നേരം മുത്തശ്ശി പറയുവാണ്, എന്നാലും അഭി ഇത്രത്തോളം ദുഷ്ടനായി പോയല്ലോ എന്ന്. അന്നേരം മുത്തശ്ശൻ പറയും, അവൻ ഇനി ഉള്ള കാലം ഇങ്ങനെ തന്നെ ജീവിക്കുകയുള്ളൂ, കാരണം അവനെ മനുഷ്യപ്പറ്റില്ലാതെ
ഇല്ലാതെ വളർത്തിക്കൊണ്ട് വന്നത് ജലജയാണ് എന്ന് പറയും. എന്നിട്ട് മുത്തശ്ശൻ അതിൻ്റെ കൂടെ എടുത്ത് പറയുന്നുണ്ട്, ഈ പ്രശ്നങ്ങളെല്ലാം ആദർശിൻ്റെ തലയിലിട്ടിട്ട് അവൻ ആഘോഷിക്കുവാണ്. ഇതെവിടെ വരെ പോകും എന്ന് നോക്കട്ടെ, എന്നിട്ട് അവൻ നിലയ്ക്ക് നിർത്തേണ്ടത് എവിടെയാണ് എങ്ങനെയാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. ഏതായാലും നവ്യ അവിടുന്ന് തിരിച്ച് ചെല്ലുമ്പോൾ മോള് നവ്യയുടെ റൂമിലുണ്ട് കേട്ടോ. മോനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് നവ്യയ്ക്ക് ഇഷ്ടപ്പെടുകയല്ല. നവ്യ ചോദിക്കും, നിന്നോട് ആരാടി ഈ മുറി കയറാൻ പറഞ്ഞത്? സ്നേഹത്തോടെ തന്നെ പറയുവാണ്, മേലാൽ ഈ റൂമിൽ കയറിയേക്കരുത്, എൻ്റെ മോനെ കളിപ്പിച്ചേക്കരുത്, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ മോളിങ്ങനെ കണ്ണും വെച്ച് പേടിച്ച് നിൽക്കുക. അന്നേരമാണ് നയന റൂമിലേക്ക് വരുന്നത്. അപ്പം നയന ചോദിക്കും, എന്താ ചേച്ചി ഈ കാണിക്കുന്നത്? മോളോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് പേടിയാവുകയില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ പേടിച്ചോട്ടെ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ റൂമിൽ കയറുന്നത് എനിക്ക് ഇഷ്ടമല്ല, അല്ലാതെ എനിക്ക് അതിനോട് ദേഷ്യമൊന്നുമില്ല. ഈ റൂമിൽ കയറുമോ എൻ്റെ മോനെ കളിപ്പിക്കുകയും ചെയ്യരുതെന്ന് പറയുമ്പോൾ, ഇതൊരു കുഞ്ഞു മോളല്ലേ, ഇതിനെ കുഞ്ഞുങ്ങളെ കാണുന്നതും കളിപ്പിക്കുന്നതും ഒക്കെ ഇഷ്ടമായിരിക്കും എന്ന് പറയുമ്പോൾ, അങ്ങനെ എൻ്റെ മോനെ കളിപ്പിച്ചിട്ട് അവൾ ഒരുപാട് സന്തോഷിക്കേണ്ട എന്ന് പറയാം. എന്നിട്ട് അതിൻ്റെ കൂടെ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ, ഇത് നിൻ്റെ മോളായിരുന്നു എങ്കിൽ ഞാൻ എൻ്റെ മോനെ പോലെ തന്നെ കണ്ട് സ്നേഹിച്ചേനെ. പക്ഷേ ഇവൾ നിൻ്റെ ജീവിതത്തിലേക്ക് വന്നത് നിൻ്റെ ജീവിതത്തിൽ ആണിയടിക്കാനാണ്. അത് അംഗീകരിച്ച് തരാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് തന്നെ പറയും. അന്നേരവും നയന പറയുന്നുണ്ട് കേട്ടോ, എനിക്കതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇത് പാവം കുഞ്ഞ്, ഇതിനെ വിഷമിപ്പിക്കില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നവ്യ ചോദിക്കുവാണ്, നയനയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എങ്ങനെയാണ് നയന ഇതൊക്കെ അംഗീകരിക്കാൻ സാധിക്കുന്നത്? എനിക്ക് നിന്നോടും ഈ കുഞ്ഞിനോടും ദേഷ്യമൊന്നുമില്ല. എനിക്ക് ദേഷ്യം മൊത്തം ആ മനുഷ്യനോട്, ആദർശനോട്. എന്നതായിരുന്നു ഇത്രയും നാളും, എന്തോരം വിശ്വസിച്ചതാ ഞാൻ. ആദർശൻ്റെ പേര് പറഞ്ഞ് അഭിയോട് പോലും വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും അഭി ഇതുപോലെ ഒന്നും ഒപ്പിച്ചു വെച്ചിട്ടില്ല. അവന് വിവാഹത്തിന് മുമ്പും ശേഷവും ഒക്കെ ഓരോ പെൺകുട്ടികളോട് ബന്ധമുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. എങ്കിലും ഇങ്ങനെയൊന്നും അവൻ കാണിച്ചിട്ടില്ല. ഏതായാലും നിൻ്റെ ഭർത്താവിനൊക്കെ ഭേദമാണ് അഭി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുക. ഏതായാലും ഇനി നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിച്ചാൽ ശരിയാകുകയില്ല എന്ന് അന്നേരം നയന പറയുന്നു. എന്നിട്ട് മോളെ കൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. അന്നേരം ആദർശ ഹാളിൽ ഇരിപ്പുണ്ട്. ആദർശിനടുത്ത് എന്നിട്ട് പറയുവാണ്, മോനെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി റൂമിൽ കയറി ചെന്നതാണ് ചന്തുമോള്, അത് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല, മോളെ വഴക്ക് പറഞ്ഞു വിട്ടു എന്ന് പറയും. അന്തേ ആദർശം മോളെ പിടിച്ച് മടിയിലിരുത്തും. എന്നിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ മോളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാം. ആരെങ്കിലും നിൻ്റെ മോളല്ലേ എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അതിന് മറുപടി കൊടുക്കുക എനിക്കറിയാം, അതുകൊണ്ട് മോൾ ഇനി വിഷമിക്കേണ്ട എന്നൊക്കെ പറയും. അന്നേക്കും നയന, അതേ അച്ഛൻ്റെ പൊന്നുമോളാണല്ലോ എൻ്റെ ചന്തുക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് കളിപ്പിക്കുന്നുണ്ട് മോളെ. അന്നേക്കും ആദർശ്, മോൾക്ക് ഒരുപാട് സങ്കടമൊക്കെ ആയതല്ലേ, നമുക്കൊന്ന് പുറത്ത് പോകാം, മോളെ കൊണ്ട് ഒന്ന് കറങ്ങിയിട്ട് വരാം, ഇടയ്ക്ക് മോളുടെ അമ്മയുടെ അടുത്ത് കയറി അമ്മയും കാണാം, നീ റെഡിയാകുക എന്ന് പറയും. രണ്ടുപേരൂടെ അങ്ങനെ പുറത്ത് പോവാണ്. ഇതിനിടയ്ക്ക് നയന പറയുവാണ്, നവ്യേച്ചിയുടെ ചില സമയത്തെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്ന്. അന്നേരം ആദർശ് പറയും, അവളോട് നീ ദേഷ്യപ്പെടുകയൊന്നും വേണ്ട, അവളോട് സഹതാപം മാത്രം കാണിച്ചാൽ മതി. കാരണം അവളുടെ കൂടെയുള്ളത് ഒരു കുറുക്കനാണ്. ഇനിയുള്ള കാലം മൊത്തം ഇങ്ങനെ തന്നെയായിരിക്കും അവൻ പലപ്പോഴും അവളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവളുടെ ജീവിതം സേഫ് ആക്കാനാണ് നോക്കേണ്ടത്. ഇനിയിപ്പോൾ എന്ത് വേണമെങ്കിലും അവൾ എന്നെ പറഞ്ഞോട്ടെ, നീ അത് മൈൻഡ് ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ അനഘയുടെ അടുത്തോട്ട് ചെല്ലുന്നു. അനഘയുടെ അടുത്ത് ചെല്ലുമ്പോൾ അനഘ ആകെ വിഷമിച്ച് കിടക്കുവാണല്ലോ. അന്നേരം ആദർശ് പറയുന്നുണ്ട്, മോളെ ഇപ്പം ഞങ്ങളാണ് വളർത്തുന്നത്, അവളുടെ അച്ഛനും അമ്മയായിട്ട് ഞാനും നയനയും ഉണ്ട്. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നതും കളിയാക്കുന്നതും ഒക്കെ ഉണ്ട്, എങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. മോളുടെ അച്ഛൻ ആരാണ് എന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു. ഇനി അനഘയുടെ വായിൽ നിന്ന് അത് കേൾക്കണമെന്നില്ല. ഏതായാലും അനഘ പേടിക്കണ്ട, അനഘ മനസ്സിൽ വിചാരിക്കുന്നേക്കാൾ നല്ലൊരു ജീവിതം മോൾക്കുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് അനഘയെ കുറേ ആശ്വസിപ്പിക്കുന്നു. എന്നിട്ട് രണ്ടുപേരൂടെ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. കൊച്ച് കുറച്ച് നേരം അനഘയുടെ അടുത്തിരുന്നോട്ടെ എന്ന് കരുതി. അത് കഴിഞ്ഞ് അവർ അവിടുന്ന് പോയതിന് ശേഷം മോൾക്ക് ഐസ്ക്രീമും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നയന പറയുവാണ്, ഇത് കഴിഞ്ഞ് നമുക്ക് മോൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണം, അതുപോലെ ടോയ്സും ഒക്കെ മേടിക്കണം എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, കുറേ കളിപ്പാട്ടങ്ങൾ മേടിച്ച് തരാം മോൾക്ക്, അതൊക്കെ ആയിട്ട് മോള് കളിക്കണം, അതുപോലെ അവിടെ ഒരു മോനില്ലേ അവനെയും കൂടെ കൂട്ടണം, അവൻ്റെയും കൂടെ ഇരുന്ന് കളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യയാണ്. നവ്യ എപ്പോഴും കുളിച്ചൊരുങ്ങി നല്ല സുന്ദരിക്കുട്ടിയായിട്ടല്ലേ ഇരിക്കുള്ളൂ. അതുപോലെ മുടിയൊക്കെ ഈ സുന്ദരി ആയിക്കൊണ്ടിരിക്കുന്നതേക്കും അബി അടുത്തോട്ട് ചെല്ലും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആഹാ കൂടുതൽ സുന്ദരിയാവുകയാണോ എന്ന്. അന്നേരം അങ്ങനെയൊന്നുമല്ല, പക്ഷേ ഞാൻ പോയിട്ട് വന്നത്തേക്ക് എനിക്ക് തടി വെച്ചോളൂ എടാ എന്ന് ചോദിക്കും. അന്നേരം തടിയൊന്നും വെച്ചില്ല, 10-25 വയസ്സല്ലേ ആയുള്ളൂ, ഒന്ന് പ്രസവിച്ചതാണെന്ന് പോലും തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ, നീ എന്നെ സുഖിപ്പിക്കുകയൊന്നും വേണ്ട എന്ന് പറയും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല അബി നിനക്കൊരു ബ്രാഞ്ചിൻ്റെ ചുമതല തരാം എന്ന് പറഞ്ഞിട്ട് ഇവരാരും ഇതുവരെ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലല്ലോ, നിനക്ക് അങ്ങനെ ഒരു ചുമതല തരുന്നതിനെ പറ്റി ഇവരാരും പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അബി പറയുവാണ്, അതെങ്ങനെ തരാനാ,
ആദർശല്ലേ എല്ലാം ഭരിക്കുന്നത്, ഇനി ആദർശ് തീരുമാനിക്കണം. എന്നെയൊക്കെ ഇളയവനാണ് ആനി, എന്നിട്ട് അവന് 3 ബ്രാഞ്ചിൻ്റെ ചുമതലയാണ് കൊടുത്തേക്കുന്നത്, എനിക്ക് മാത്രം ഒന്നും തന്നില്ല എന്നൊക്കെ പറയുക. അന്നേരം നവ്യ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും ട്രസ്റ്റിൻ്റെ തലപ്പത്തുണ്ട് അല്ലെങ്കിൽ ട്രസ്റ്റിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ട്രസ്റ്റിലുള്ളത് എന്തെങ്കിലും ഒരു കാലത്തല്ലേ കിട്ടുള്ളൂ. അങ്ങനെ പോരല്ലോ, നമുക്കും എല്ലാം വേണം. അതുകൊണ്ട് അഭി പോയി ചോദിക്കും മുത്തച്ഛനോട്. എന്നിട്ട് അഭിക്ക് വേണ്ടതെല്ലാം നേടിയെടുക്കണം എന്നൊക്കെ പറയുമ്പം അഭി പറയുന്നുണ്ട്, ഞാൻ ഇതെല്ലാം പറഞ്ഞതാ, എന്നിട്ടും അവർ യാതൊരു തീരുമാനമാക്കിയില്ല. നീ ഒരു കാര്യം ചെയ്യ്, നീ പോയി മുത്തച്ഛനോട് പറ എന്ന് പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, ഞാൻ കുറേ തവണ പറയണമെന്ന് ഓർത്തതാണ്, പക്ഷെ മുത്തച്ഛൻ്റെ അടുത്ത് പോയി പറയാനൊരു പേടി, അതുകൊണ്ടായെന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട്, അങ്ങനെ പേടിച്ചിരുന്നാൽ കാര്യങ്ങളൊന്നും നടക്കുകയില്ല. നീ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തച്ഛൻ കേൾക്കും, മുത്തച്ഛൻ അതിനൊരു പ്രാധാന്യം തരും എന്നൊക്കെ പറയുക കേട്ടോ. അന്നേരവും നവ്യ പറയുന്നുണ്ട്, അതൊക്കെ നേരായിരിക്കും മുത്തച്ഛൻ ഉള്ളിടത്തോളം കാലം. ഇപ്പം മുത്തച്ഛൻ്റെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രസ്റ്റ് ഭരിക്കുന്നത് ആദർശാണ്. ആ ആദർശേട്ടൻ എന്തെങ്കിലും തന്നാൽ മാത്രമല്ലേ നിനക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഇനി നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല അഭി, നമുക്ക് പോയി സംസാരിക്കണം. അങ്ങനെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അഭി ഇങ്ങ് വാ, നമുക്ക് ഇപ്പം തന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് നവ്യ അഭിയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ അനന്തപുരിയിലെ അടുത്ത യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.